എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനെന്നേ മായന്നൂരിന്ന് ചെറുതി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ഒരു സംഭവം കാണിച്ചു തരാം. അപ്പോൾ ഞാനിന്ന് ഇവിടുന്ന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴുപ്പാടം പയങ്കുളം ആ റൂട്ട് കൂടെയാണ് കേട്ടോ പോകുന്നത്. അത് രണ്ട് സൈഡും അതിസുന്ദരമായ സ്ഥലങ്ങളാണ്. ഒരു സൈഡിൽ നല്ല പാടവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. മായന്നൂരിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല, അത്രയും സുന്ദരമായ സ്ഥലമാണ്. ഇപ്പുറത്തെ സൈഡ് കനാൽ കണ്ടില്ലേ, കനാലിൽ ഇപ്പോൾ പാടത്തിൽ കൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളമൊക്കെ വിട്ടിട്ടുള്ള സമയമാണ് ഇപ്പോൾ. അപ്പോൾ രണ്ട് സൈഡ് നല്ല പച്ചപ്പ് പിടിച്ചിട്ടിരിക്കുകയാണ്. കണ്ടോ, ഈ സൈഡ് നല്ല പാടത്ത് ഇപ്പോൾ ഒരുവിധം ഭാഗത്തൊക്കെ കൃഷിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ അവിടെ നല്ല കൃഷി നടത്തുന്നുണ്ട്. ഉള്ള സ്ഥലത്ത് നന്നായിട്ട് പാടത്തൊക്കെ ഇത് നെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല സുന്ദരമായ സ്ഥലമാണ്. ആ ഭാഗത്തു കൂടെയാണ് ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നത്. അതായത് തൊഴുപ്പാടം റൂട്ട് കൂടെയാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. തൊഴുപ്പാടം എത്തിയിട്ടില്ല. തൊഴുപ്പാടം അതായത് മായന്നൂരിൽ നിന്ന് തൊഴുപ്പാടത്തേക്ക് കനാൽ വഴി പോകുകയാണെന്ന് വെച്ചാൽ തൊഴുപ്പാടത്തേക്ക് 7 കിലോമീറ്റർ ഉണ്ട്. ആ തൊഴുപ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് സെൻറ്ററിലേക്ക് കേട്ടോ. ആ വഴിയാണ് പോകുന്നത്. അപ്പോൾ കണ്ടില്ലേ, നല്ല സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഉണ്ട് ഈ സൈഡിൽ കനാലുണ്ട്. കനാലിൽ കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ആൾക്കാർക്ക്. എന്താ വെച്ചാൽ ഒരു വെള്ളം വിട്ട് കഴിഞ്ഞാൽ ഒരു 10 ദിവസം കഴിഞ്ഞാൽ കുളിക്കാം. ഇപ്പോൾ ഇതിവിടെ നമ്മളുടെ തൊഴുപ്പാടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താറായി. ആ ഭാഗത്തു കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 7 കിലോമീറ്റർ നല്ല കുളിക്കാനും കാര്യങ്ങളൊക്കെ വെള്ളം കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ തൊഴുപ്പാടം സെൻറ്ററാണ് കേട്ടോ. അത് ഈ തൊഴുപ്പാടം സെൻറ്ററിൽ കൂടെയാണ് ഇപ്പോൾ പോകേണ്ടത്. ബസ്സൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, ഇതാണ് തൊഴുപ്പാടം സെൻറ്റർ. അപ്പോൾ ഇവിടേക്ക് മായന്നൂരിൽ നിന്ന് 7 കിലോമീറ്ററാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ പോകണത് ഇനി അയ്യപ്പേശമ്പടി എത്തി, അയ്യപ്പേശമ്പടി അവിടെ നിന്ന് റൈറ്റിലേക്ക് നേരെ ചെറുതി, അങ്ങനെയാണ് നമ്മൾ പിടിക്കുന്നത്. ഇപ്പോൾ ഈ ഇവിടെ നിന്ന് തൊഴുപ്പാടം ഈ വാഴാലിക്കാവ് എന്ന് പറയണ ആ സംഭവം ഒന്നും ആർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ തൊഴുപ്പാടം റൂട്ട് കൂടെയാണ് കേട്ടോ പോകേണ്ടത്. ഇത് വാഴാലിക്കാവ് ബോർഡ് വെച്ചിറക്കുന്നുണ്ടോ, ഇവിടെ നിന്ന് ഉള്ളോട്ടാണ്ട് പോയാൽ മതി. അതായത് ഒറ്റപ്പാലത്ത് കൂടെ വരികയാണെന്ന് വെച്ചാൽ വാഴാലിക്കാവിലേക്ക് 7.5 കിലോമീറ്റർ ഉള്ളൂ. ഒറ്റപ്പാലത്ത് കൂടെ വരികയാണെന്ന് വെച്ചാൽ ചെറുതുരുത്തി കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 12 കിലോമീറ്റർ ഉണ്ട്. അതായത് ഷൊർണൂർ ചെറുതുരുത്തി വഴി കൂടെയാണ് വരുന്നത് വെച്ചാൽ ഒരു 12 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നല്ല ഇതാണ്. ഇപ്പോൾ വാഴാലിക്കാവിലൊക്കെ പൂരത്തിനൊക്കെ വെടിക്കെട്ട് കാണാനൊക്കെ ആൾക്കാരൊക്കെ വരികയാണെന്ന് വെച്ചാൽ ഈ രണ്ട് സൈഡും, ഈ കനാലിൻ്റെ സൈഡിൽ കൂടെയൊക്കെ രണ്ട് സൈഡും ഭയങ്കര വണ്ടിയും തിരക്കും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ നമ്മളിതാണ്ടോ ഇവിടേക്ക് എത്തി കേട്ടോ. ചെറുതുരുത്തി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി. അതായത് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളീയ ഇതുണ്ടല്ലോ, എന്താ പറയുക, ആയുർവേദ ഹോസ്പിറ്റൽ, അതിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ നീള ബോട്ട് ക്ലബിൻ്റെ ആ സൈഡിൽ കൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അവിടേക്കാണ്. ഇപ്പോൾ ഒരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, ഇതാണ് സ്ഥലം കേട്ടോ, നീള ബോട്ട് ക്ലബ്ബ്. അപ്പോൾ അവിടെ എത്തി ഞാൻ. അപ്പോൾ അവിടെ നിർത്തിയത് വണ്ടി ഞാൻ അവിടേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് വന്നിറങ്ങുന്നത് രാവിലെയാണ് കേട്ടോ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്ക് ശേഷമാണ് ഗംഭീര പരിപാടി. അത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഞാനത് അറിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ രാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ വേണ്ട, നല്ല സ്ഥലം, പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വണ്ടിയൊക്കെ നിർത്തി ഒന്നൊക്കെ നോക്കി നല്ല ചുറ്റും കാണിച്ചിട്ട് വന്നു കണ്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാര്യം പറയാം. ഞാനിന്ന് വന്നിരിക്കുന്നത് നിള ബോട്ട് ക്ലബ്ബ് ചെറുതുരുത്തി, അവിടേക്കാണ് ഇന്ന് വന്നിറക്കുന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ കണ്ടില്ലേ. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ തന്നെ. കണ്ടോ ബോട്ടും കാര്യങ്ങളൊക്കെ, 4 ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ബോട്ടിൽ കയറാനുള്ള ആൾക്കാർക്ക് ടിക്കറ്റ് നിരക്കാണ് കേട്ടോ അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇത് ഓരോരോ സംഭവത്തിൻ്റെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അത് ആ ഭാഗം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അത് ഫുള്ളെടുത്ത് കാണിച്ചു തരാം. അത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, 4 ബോട്ടുണ്ട്. 4 ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൾക്ക് പോകാനുള്ള ബോട്ടുണ്ട്, 6 ആൾക്ക് പോകാനുള്ള ബോട്ടുണ്ട്, 4 ആൾക്ക് പോകാനുള്ള ബോട്ടുണ്ട്. അങ്ങനെ ഉള്ള ബോട്ടുകളാണ് കേട്ടോ. നമ്മൾ സ്വയം ചവിട്ടിയിട്ട് തന്നെ പോകണം കേട്ടോ.
അതിൽ ഒരാൾക്ക് പോവാൻ 100 രൂപ. ഇതിപ്പോൾ അവിടുത്തെ ആളാണ് കേട്ടോ അത്. ബോട്ടിങ്ങിന് ഒരാൾക്ക് 100 രൂപയാണ്. ഇപ്പോൾ കുട്ടികൾക്ക് കാണിച്ചാലും വലിയവർ കാണിച്ചാലും ഒക്കെ 5 വയസ്സിന് താഴെയുള്ളവർ കാണിച്ചാൽ വേണ്ട. ഞങ്ങൾ 3 ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഇപ്പോൾ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊരു സംഭവമാണ്. എന്താ വെച്ചാൽ ചെറുതുരുത്തി പാലത്തിൻ്റെ മേലെ നിന്ന് നോക്കിയാൽ ഇത് കാണാം കേട്ടോ നമുക്ക്. അത്രയും അടുത്താണ്. കണ്ടോ, 4 ബോട്ടുണ്ട്. 2 ആൾക്ക് ഇരിക്കാനുള്ളതുണ്ട്, 5 ആൾക്ക് ഇരിക്കാനുള്ളതുണ്ട്, 6 ആൾക്ക് ഇരിക്കാനുള്ളതുണ്ട്. അങ്ങനെയുള്ള 4 ബോട്ടാണ്. കണ്ടോ, അതൊരു ബോട്ട് ഫുള്ളായിട്ട് ആൾക്കാരെ തന്നെ കൊണ്ടുപോവാണ്. വെയിലൊന്നും കൊള്ളില്ല. വലിയ കൊള്ളാതിരിക്കാനുള്ള സാധനങ്ങളൊക്കെ അതിൽ ഇട്ടിട്ട് സേഫ്റ്റിയാക്കി തന്നിട്ടുണ്ട് അവർ. അപ്പോൾ അതുകൊണ്ട് വെയിലൊന്നും കൊള്ളില്ല. പക്ഷേ ബോട്ടിൻ്റെ 100 രൂപ കൊടുത്തിട്ടുള്ള സമയം എന്ന് പറയുന്നത് 20 മിനിറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളൊക്കെ കൂടിയിട്ടാണ് ഇപ്പോൾ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരാണ് അതിൽ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഇപ്പോൾ ഇതിന് എല്ലാത്തിനും നിയന്ത്രിക്കാൻ നമ്മുടെ ഒരാളുണ്ട് കേട്ടോ, സുഹൃത്തുണ്ട്. അവർ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അവർ എന്നിട്ട് ഇപ്പോൾ പോകുമ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഞാനും മണിച്ചാൽ പോവാം എന്ന് പറയുക കാരണം ധൈര്യമായിട്ട് പോവുക. എന്താ വെച്ചാൽ അവരും കൂടെ വന്നു. അവർ ശരിക്കും ഇതിൽ കൂടെ വരില്ല. എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ചവിട്ടാം എങ്ങനെയാ വെച്ചാൽ. പക്ഷെ അവർ പറയുന്ന ആ ഭാഗത്തു കൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ കേട്ടോ ബോട്ട് കൊണ്ട്. പക്ഷേ ഇവരിത് കുറേ ദൂരം ആ റെയിൽവേൻ്റെ അതുവരെ ഇവർ പോയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തു. എന്നിട്ടാണ് മെല്ലെ അവിടെ നിന്ന് തിരിച്ച് വരുന്നത്. നല്ല 20 മിനിറ്റ് പറഞ്ഞാൽ നല്ല ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളെയും കൊണ്ടൊന്നും ചവിട്ടിയിട്ട് ഇതാക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഒരാൾ നന്നായിട്ടുണ്ട് വെച്ചാൽ അത് നന്നായിട്ടത് ചവിട്ടാന്നല്ലാതെ ആരോഗ്യം വേണം കേട്ടോ. 4-5 ആൾക്കാർ ഇരുന്നിട്ട് പോവുകയാണെന്ന് പറയുമ്പോഴേ അവിടെ നിന്ന് ഇവർ ഇതൊക്കെ കാണിച്ച് കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ കുട്ടി ആയിക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് ലെഫ്റ്റിലേക്ക് തിരിക്കണം, റൈറ്റിലേക്ക് തിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചാൽ കുട്ടികൾക്ക് 2 ആൾക്കും അങ്ങോട്ട് പോവുകയാണെന്ന് വെച്ചാൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയില്ല. എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല അധികം. പക്ഷേ എന്താ വെച്ചാൽ രസമാണ് സംഭവം. നമ്മൾ മായന്നൂരിൽ തോണിയൊക്കെ ഉള്ള സമയത്ത് ഒരുപാട് തോണിയിലും കാര്യങ്ങളൊക്കെ കയറിയതാണ്. അപ്പോൾ പിന്നെ എനിക്ക് ബോട്ടിനോടൊന്നും പോകാമെന്ന് എനിക്ക് അപ്പോഴും താല്പര്യമില്ല, എപ്പോഴും താല്പര്യമില്ല. പിന്നെ അവരുടെ സന്തോഷമല്ലേ നമ്മുടെ വലുത്. പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നത് എന്താ വെച്ചാൽ മറ്റുള്ള ആൾക്കാർക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന് വിചാരിച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ കുട്ടികൾ 2 ആളിപ്പോൾ ഇത് ബോട്ട് ഓടിക്കാൻ പഠിച്ചു. അവരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവരത് പഠിച്ചു. ഇനി അത് ഒറ്റയ്ക്ക് അവർ കൊണ്ടുപോകും. കണ്ടോ, ഇത് നമ്മുടെ റെയിൽവേൻ്റെ ഓവർ ബ്രിഡ്ജാണ്. ഒരു സൈഡ് റെയിൽവേൻ്റെ ഓവർ ബ്രിഡ്ജും ഒരു സൈഡ് പാലമാണ്. അതായത് വണ്ടികളൊക്കെ പോകുന്ന പാലും മറ്റേ റെയിൽവേൻ്റെ പാലുമാണ്. അപ്പോൾ റെയിൽവേൻ്റെ പാലത്തിൻ്റെ അടുത്ത് വരെ അവർ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. 20 മിനിറ്റ് എന്നൊക്കെ പറയുകയാണെന്ന് വെച്ചാലും ചിലപ്പോൾ 25 മിനിറ്റൊക്കെ വരും. 25-30 മിനിറ്റ് വരെയൊക്കെ വരും, തിരക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. പക്ഷെ നല്ല പെരുമാറ്റമായിരുന്നു കേട്ടോ ആ ബോട്ട് ഓടിക്കാൻ വന്ന ആൾ. അവർ പൊന്നാനി ചാവക്കാടുള്ള ആൾക്കാരാണ്. പക്ഷെ നല്ല പെരുമാറ്റം പറഞ്ഞാൽ നല്ല കെയറിങ് ഉണ്ട്. ഇപ്പോൾ ബോട്ടിൽ കയറുമ്പോൾ തന്നെ നല്ല കെയറിങ് ഉണ്ട്, നല്ല സേഫ്റ്റി. അതായത് സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ബോട്ടിൽ കയറ്റുന്നത്. പിന്നെ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഇനി അവർ 2-3-4 ആൾക്കാർ കൂടെ തന്നെ നിന്നിട്ട് ഓരോരോ ആൾക്കാരിനെ ബോട്ടിൽ കയറ്റുമ്പോൾ നല്ല വൃത്തിയിലാണ് കയറ്റുന്നത്. നല്ല സേഫ്റ്റി നോക്കിയിട്ട് ബോട്ടിൻ്റെ തൂക്കം കാര്യങ്ങളും ചെരിവും കാര്യങ്ങളൊക്കെ നോക്കി ശ്രദ്ധയോട് കൂടിയിട്ടാണ് അവർ കയറ്റുന്നത്. അപ്പോൾ അത് അവരെന്നെ സമ്മതിക്കണം. നല്ല ചങ്കഴ്സോളാണ് അവർ. നല്ല കമ്പനിയാണ്. എല്ലാവരും സംസാരിക്കാനും കാര്യങ്ങളൊക്കെ നല്ല കമ്പനിയാണ്. ഒരു പരിചയമില്ലാത്ത ഒരാൾക്കാരെ പോലെയല്ല, നല്ല പരിചയമായിട്ടുള്ള ഒരാൾക്കാരെ പോലെയാണ് അവരുടെ സംസാരം കാര്യങ്ങളൊക്കെ. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവർ നന്നായിട്ട് അവിടെയൊക്കെ നിർത്തി എല്ലാവർക്കും കാണിച്ചു കൊടുക്കണ കാര്യങ്ങളൊക്കെ അവിടെ എന്നതാണ്. എന്താ വെച്ചാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മറ്റേ ചെറുതുരുത്തി ശാന്തിതീരാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതൊക്കെ അവർ പറഞ്ഞു കൊടുത്തു കുട്ടികൾക്ക്. അപ്പം ഇനിയിപ്പോൾ അവർ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു വരിക. കണ്ടോ നമ്മുടെ പാലങ്ങൾ, ചെറുതുരുത്തി പാലം കാണുന്നുണ്ടോ? അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരാം. അപ്പോൾ എൻ്റെ കുട്ടിക്കാണെങ്കിൽ ഇത് ചവിട്ടിയിട്ട് ഇത് കൊണ്ടുവരാൻ പറ്റണില്ല, അവളുടെ കാല് കടയുകയാണെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തിരിച്ചു വന്നു, ഇവിടെ അടുത്തേക്ക് എത്തി. കണ്ടോ, ഇനി നമ്മൾക്ക് ഇവരടുത്ത് ഇതിൻ്റെ അഭിപ്രായത്തിനെ കുറിച്ചിട്ടൊന്ന് ചോദിക്കാം. വണ്ടി ബോട്ട് ഒന്ന് ഇവിടേക്ക് കരക്കണിയട്ടെ. നമസ്കാരം, ഞങ്ങൾ നീള ബോട്ട് ക്ലബിലെ ലൈഫ് ഗാർഡുകളാണ്. ഇത് ഇവിടുത്തെ സ്റ്റാഫുകളാണ്. നമ്മളിതിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ പെഡൽ ബോട്ടിങ് ഉണ്ട്, അതുപോലെ കയാക്കിങ്. ഇനിയിപ്പോൾ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് വലിയ വഞ്ചി വരുന്നുണ്ട്, കൊട്ടവഞ്ചി, കയാക്കിങ് എല്ലാം നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പാർക്കുകളുണ്ട്, അതുപോലെ തന്നെ ഫുഡ് കോർട്ടുകളുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് 1 മാസത്തിനുള്ളിൽ നമ്മൾ സോപ്പി ഫുട്ബോൾ വരും, സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്, അതുപോലെ റെയിൻ ഡാൻസ്, അതുപോലെ റോപ്പ് വേ, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ്, അഡ്വഞ്ചർ ഐറ്റംസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ബോട്ടിങ്ങിന് നമ്മൾ ചാർജ് വരുന്നത്
100 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അതുപോലെ തന്നെ കയാക്കിങ്ങിന് 100 വഞ്ചി സവാരിക്കെല്ലാം 100 ഇവിടെ വരുന്നത്. പിന്നെ കുട്ടികളുടെ പാർക്കിലേക്ക് എൻട്രി ഫീയാണ് വരുന്നത്. ഇവിടെ നമ്മൾ ബോട്ടിങ് ചെയ്യുമ്പോൾ ഫുൾ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയിട്ടാണ്. നമുക്ക് പരിചയസമ്പന്നരായ ലൈഫ് ഗാർഡുകളുടെ സാന്നിധ്യത്തിലാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുൾ സെക്യൂരിറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ വരുമ്പോൾ കൃത്യം ഒരു വൈകുന്നേര സമയത്ത് എത്താൻ നോക്കുക. ഈ സമയത്തൊക്കെ വെയിലായിരിക്കും. ഒരു വൈകിട്ട് ഒരു 3 മണി മുതൽ ഒരു 6:30-7 മണി വരെ നമ്മളിവിടെ ബോട്ടിംഗ് ഉണ്ട്. നിങ്ങൾ വരുന്നത് നിങ്ങളുടെ സമയം നല്ല രീതിയിലൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഓപ്പൺ ഇവൻ്റ് ഏരിയ ഉണ്ട്. 2000 ആളുകൾക്ക് ഇരുന്ന് ഓരോ പ്രോഗ്രാം നടത്താനും അതുപോലെ മറ്റുള്ള ഫങ്ഷൻസൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ബർത്ത്ഡേ പാർട്ടികൾ, അതുപോലെ മാരേജ്, എൻഗേജ്മെൻറ്റ്, അതുപോലെ എന്ത് വലിയ വലിയ പാർട്ടികൾക്ക് നമ്മളിവിടെ സ്ഥലം കൊടുക്കുന്നുണ്ട്. അതിനുള്ള ഏരിയ നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് ബന്ധപ്പെടുകയും വെച്ചാൽ നമ്മൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു. കണ്ട അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ എല്ലാത്തിലും നല്ല കെയറിങ് ആണ്. നല്ല കെയറിങ് പറഞ്ഞാൽ നല്ല കെയറിങ്ങാണ്. കണ്ടോ, ഇത് കുട്ടികളുടെ കുട്ടികളുടെ കളിസ്ഥലമാണ് പാർക്ക്. അവിടെ കുട്ടികൾക്ക് കിടക്കണമെങ്കിൽ ഒരാൾക്ക് 20 രൂപയാണ്. അപ്പോൾ കുറച്ച് ഒരു 5-6 ഐറ്റംസ് കളിക്കാനുള്ള സാധനങ്ങളുണ്ട്. 5-6 ഐറ്റംസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 5-8 ഐറ്റംസ് സാധനങ്ങളുണ്ട്. പക്ഷേ ഈ ഉച്ചയ്ക്കൊന്നും വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റില്ല കേട്ടോ. പക്ഷേ 3 മണിക്ക് ആ സമയത്താണ് 3 മണി മുതൽ 6 മണി 6:30 വരെ പരിപാടികൾ കംപ്ലീറ്റ്. പക്ഷെ അത് നമുക്കതറിയില്ല. പക്ഷെ വന്നിട്ട് ഇരിക്കാനാണെന്ന് വെച്ചാൽ കുറച്ച് ലേശം ഫുഡ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ഇരിക്കുകയാണെന്ന് വെച്ചാൽ നല്ല മാതിരിയാണ്. അപ്പോൾ എൻ്റെ കുട്ടി ഇരുന്ന് നെറ്റിൻ്റെ ഊഞ്ഞാലാടുക. നല്ല കാലാവസ്ഥയാണ് കേട്ടോ, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണെന്ന് വെച്ചാൽ ലേശം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് വരികയാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എൻട്രി ഫീസും കാര്യങ്ങളൊന്നും ഇല്ലേ. അതാണ് സംഭവം. എൻട്രി ഫീസും കാര്യങ്ങളൊന്നുമില്ല. കുറേ കവുങ്ങുകളുണ്ട്, കുറേ തെങ്ങുകളുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയല്ലാണ്ട് ഇവിടെ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ കിടക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് കഴിക്കാൻ നല്ല സൗകര്യമാണ്. അതൊക്കെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നിങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.